PMAയുടെ എംബ്ലം എന്നുള്ളതിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോട്ടോ ഉണ്ടോ? PMAY പ്രധാനമന്ത്രി ആവാസ് യോജന. അല്ല, ഫോട്ടോ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉണ്ടോ? ഫോട്ടോ ഉണ്ട്, എംബ്ലം ഉണ്ട്. നമ്മുടെ എംബ്ലമല്ല, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോ ഒരു വീടുകളിലും പതിച്ചില്ല. നമ്മൾ നിന്ന് എനിക്ക് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഉണ്ട്, കുടുംബശ്രീ. അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് ഫോട്ടോ അങ്ങയുടെ ഫോണിലുണ്ടെന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്ന ഈ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തിട്ടില്ല, ഒന്ന് പരിശോധിക്കാം. ഞാൻ അറിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട രാഖി രവികുമാർ അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. പോയിന്റ് ഓഫ് ഓർഡറിൽ ഇതും കൂടി ചേർക്കണം. പറഞ്ഞതുപോലാണോ വേറെല്ലാം പ്രവർത്തിക്കാൻ പറ്റിയത്? പറ്റില്ല, നമുക്കറിയാം. ബഹുമാനപ്പെട്ട ഇതാണോ പ്രധാനമന്ത്രിയുടെ പടം? അല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ലല്ല, ഞാൻ പറയട്ടെ. പുതിയ അറിവായതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്കും അറിയണമല്ലോ, കാണിക്കണം. അല്ലല്ല, ബഹുമാനപ്പെട്ട അംഗത്തോട് ഒരു സംശയം. അങ്ങയുടെ കയ്യിൽ മറ്റ് കൗൺസിൽ അംഗങ്ങളെ വിശ്വാസത്തില്ല. ഇവിടെ ഗിരി പറഞ്ഞു എല്ലാവരെയും നഗരസഭാ കൗൺസിലൂടെ. എന്നെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് പോലും ഇല്ല. ഞാൻ 20 വർഷം കൊണ്ട് കൗൺസിലറായ ഒരാളാണ്. താങ്കൾ പറയുന്ന ഈ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തിട്ടില്ല, ഒന്ന് പരിശോധിക്കാം. ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ സ്വാഭാവികമായി നമ്മളിവിടെ പറയാത്ത കാര്യങ്ങളാണ് ഒരു വാർത്തയാക്കി മാറ്റുവാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നത്. നമ്മളിവിടെ ഈ ലൈഫ് ഭവന പദ്ധതി പ്രകാരവും PMAY പ്രകാരമാണെങ്കിലും PMBY എന്ന് നിങ്ങൾ പുതിയ പ്രോജക്റ്റ് ഇട്ട പേരിലാണെങ്കിലും ഒരു മനുഷ്യർക്കും വീട് കൊടുക്കുന്നതിന് ഈ ഇടതുപക്ഷത്തിന്റെ ഒരു കൗൺസിൽ അംഗങ്ങളും എതിരല്ല. അടിവരയിട്ട് പറയട്ടെ, വീട് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്, അത് കൊടുക്കണം. പക്ഷെ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ്. ദയവായി അത് വരുത്തരുത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും എല്ലാം ഉൾപ്പെടുത്താൻ എന്നെ കൗൺസിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടില്ല. പരിശോധിക്കണം. ഗിരിയുടെ ഫോൺ ഇരിക്കുകയല്ലേ, നോക്കാം. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. അതിനകത്ത് അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കാണണമെന്ന് പറഞ്ഞ എന്താ അജണ്ട തന്നതിൽ സമയബന്ധമായി തന്നില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ സൂചിപ്പിക്കുന്നത് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിപക്ഷ കൗൺസിൽ പെരുമാറിയത് പോലല്ല. അന്ന് പ്ലക്കാർഡും ബോർഡും ഫ്ലക്സും ഇല്ലാത്ത ഒരു ദിവസമില്ല. ഇവിടെ കലുഷിതമാണ്. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനില്ലേ? മേയർ പറഞ്ഞതുപോലാണോ വേറെല്ലാം പ്രവർത്തിക്കാൻ പറ്റിയത്? പറ്റില്ല, നമുക്കറിയാം. പക്ഷെ അതിന് ഞങ്ങൾ നിമിഷ നേരം കൊണ്ട്. പക്ഷെ വരുന്ന തെറ്റുകൾ പറയുമ്പം അതിനെ വാർത്തകളാക്കാൻ വേണ്ടി തിരുത്തി വായിക്കരുത്. ഇവിടെ ഒരു കോർപ്പറേഷന്റെ കൗൺസിൽ അംഗങ്ങളും പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന്റെ കൗൺസിൽ അംഗങ്ങൾ ഇവിടെ വീട് കൊടുക്കുന്നതിനെതിരാണെന്ന് സൂചിപ്പിച്ചിട്ടേ ഇല്ല. കൊടുത്തിട്ടില്ല. ഇന്നും നിങ്ങളുടെ ഭാഗത്തിരിക്കുന്ന 2-3 കൗൺസിലർമാർ അത് ആവർത്തിച്ച് പറഞ്ഞു. അത് തെറ്റാണ്. അത് കൗൺസിൽ രേഖകളിൽ ഉൾപ്പെടുത്താൻ പോലും പാടില്ലാത്തതാണ്. കാരണം വീണ്ടും പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കാൻ പാടില്ല, അതിന് താല്പര്യമില്ല എന്നുള്ളതാണ്. അതും തെറ്റാണ്. ബഹുമാനപ്പെട്ട രാഖി രവികുമാർ അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. പോയിന്റ് ഓഫ് ഓർഡറിൽ ഇതും കൂടി ചേർക്കണം. ആ ചെയ്തിരിക്കുന്ന വീട്ടിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ആ ഫോട്ടോ ഉണ്ട്. ഫ്രണ്ടിലുള്ള ഫോട്ടോ എടുത്തു വെച്ച് ഞങ്ങൾ ഫോട്ടോ എടുത്ത് PMAY സെക്ഷനിൽ ചോദിച്ചു നോക്കിയാൽ അറിയാം. ഉണ്ട്, അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതിലൊരു ക്വസ്റ്റ്യനും ഉണ്ട്. 10 ക്വസ്റ്റ്യൻ ഉണ്ട്. PMAY പദ്ധതി പ്രകാരം വീട് കിട്ടിയതാണോ? എത്ര രൂപ കിട്ടി? ഈ പദ്ധതി പ്രകാരം നിങ്ങൾ അർഹയായിരുന്നോ? കൂടുതൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോഴൊക്കെ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ അതിൽ കൊടുത്തത് തുക കുറെ കൂടി വർദ്ധിപ്പിക്കണം. എന്നെ പോലെയുള്ള പാവങ്ങൾക്ക് ഞാനും ആ പദ്ധതി പ്രകാരം വീട് വെച്ച ഒരു വ്യക്തിയാണ്. ഒരു മിനിറ്റ്. അല്ല, ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങ് പറഞ്ഞ സ്ഥലത്ത് ഈ PMAയുടെ എംബ്ലം എന്നുള്ളതിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോട്ടോ ഉണ്ടോ? PMAY പ്രധാനമന്ത്രി ആവാസ് യോജന. അല്ല, ഫോട്ടോ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉണ്ടോ? ഫോട്ടോ ഉണ്ട്, എംബ്ലം ഉണ്ട്. നമ്മുടെ എംബ്ലമല്ല, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ട്. നമ്മുടെ ആദ്യമായിട്ടുള്ള അറിവാണ്. സെക്ഷനിൽ ചോദിക്കോ സാർ? സെക്ഷനിൽ ചോദിക്കുക. എന്റെ കയ്യില് ഞാൻ പറയട്ടെ. ഇവിടെ 3 ടേം തുടർച്ചയായിട്ട് കൗൺസിലർമാരായിട്ടുള്ള അങ്ങ് ഇവിടെ കൊടുത്താൽ മതി. 3 ടേം തുടർച്ചയായിട്ട് കൗൺസിലർമാരായിട്ടുള്ളവരുണ്ട്. ഉണ്ടെങ്കിൽ പുതിയ അറിവാണെങ്കിൽ പഠിക്കണ്ടേ? അത് അങ്ങനെ ഉണ്ടെങ്കിൽ അറിയണമല്ലോ. അങ്ങ് തന്നോളൂ. പ്രധാനമന്ത്രി ഫോട്ടോ ഉണ്ടെങ്കിൽ അത് പുതിയ അറിവായതുകൊണ്ട് ചോദിക്കുക. വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു പുതിയ അറിവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയണ്ടേ? പുതിയ അറിവാണ്. ഇതിൽ പ്രധാനമന്ത്രി ഫോട്ടോ മാഡം, ഞാൻ പറയട്ടെ. ഇതിൽ കൗൺസിൽ ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ, മീഡിയ ഒക്കെ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട അംഗം കാണിച്ചത് ഗിരികുമാർ അന്ന് ബഡ്ജറ്റ് ചർച്ചയിൽ ഉയർത്തി കാണിച്ച എംബ്ലമാണ്. അംഗം കാണിച്ച നിങ്ങൾക്ക് നോക്കാം. ബഹുമാനപ്പെട്ട ഇതാണോ പ്രധാനമന്ത്രിയുടെ പടം? ഞാൻ ചോദിക്കട്ടെ. ഞാൻ പറയട്ടെ. നമുക്ക് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ചർച്ച ചെയ്യാം. ബഹുമാനപ്പെട്ട പാങ്ങപ്പാറ കൗൺസിലർ കാണിച്ചത് അന്ന് ഗിരികുമാർ ഉയർത്തി കാണിച്ച എംബ്ലമാണ്. ഇവിടെ സെക്രട്ടറി ഉണ്ട്, 2 ഉദ്യോഗസ്ഥരുണ്ട്.
ഇത് അല്ല ഞാൻ എനിക്ക് നോ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അങ്ങ് പറഞ്ഞ 35 വീടുകളിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പടം വച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചാൽ പുതിയ അറിവായതുകൊണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയണമല്ലോ, കാണിക്കണം. അല്ലല്ല, ബഹുമാനപ്പെട്ട അംഗത്തോട് ഒരു സംശയം. അങ്ങയുടെ കയ്യിൽ വെയിറ്റ് ചെയ്യൂ. അങ്ങയുടെ കയ്യിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഫോട്ടോ, പ്രധാനമന്ത്രിയുടെ ചിത്രം ഏതെങ്കിലും വീട്ടിൽ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് വച്ചിട്ടുണ്ടോ? വച്ചില്ല? ഇല്ല. ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്യൂ. അതുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. സാറേ ഒരു മിനിറ്റ്, ബഹുമാനപ്പെട്ട അങ്ങ് ഒന്ന് കാത്തിരിക്കൂ. അതായത് അല്ലല്ല, മൈക്ക് കൊടുത്തിരിക്കുക ഒന്ന്, രാഖി കുമാർ. അതല്ലല്ല, മൈക്ക് ഓഫ് ചെയ്യില്ല, ആരും മൈക്ക് ഓഫ് ചെയ്യില്ല. ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. അതായത് കഴിഞ്ഞ 5.5 വർഷമായിട്ട് കൗൺസിലറായിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് പൊതുപ്രവർത്തനം നിൽക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ചിത്രം ഇന്ത്യയിൽ എവിടെയെങ്കിലും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ PMAY പദ്ധതിയിൽ വീടുകളിൽ വച്ചതായിട്ട് നാളിതുവരെ അറിവില്ല. ഈ കൗൺസിലിലെ ഒരു ബഹുമാനപ്പെട്ട അംഗം അങ്ങനെ 35 വീടുകളുണ്ടെന്ന് ഉത്തരവാദിത്തോടെ പറയുമ്പോൾ മേയർ എന്നുള്ള നിലയ്ക്ക് അത് അറിയുവാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതാണ് അങ്ങയുടെ കയ്യിൽ ഇപ്പോൾ അങ്ങ് കാണിച്ച ചിത്രം, അങ്ങ് ഡയസിൽ വന്ന് ഗൗരവത്തോടെ കാണിച്ച ചിത്രം ഞാൻ വിലയിരുത്തി 3 ഉദ്യോഗസ്ഥരെ കാണിച്ചു, കൗൺസിൽ മുമ്പായി കാണിച്ചു. ഇപ്പോഴും ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങയുടെ ഫോണിൽ പരിശോധിക്കാം. അത് PMAയുടെ ഗിരികുമാർ അന്ന് കാണിച്ച ലോഗോയാണ്. 2, ഇപ്പൊ അങ്ങയുടെ കയ്യിലില്ല. അങ്ങനെ വാർഡിൽ പോയിട്ട് ഇന്നോ നാളെയോ അത് ഉള്ള സ്ഥലത്തുനിന്ന് ഫോട്ടോ എടുത്ത് കാണിക്കുകയാണെങ്കിൽ അതും പഠിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി അങ്ങ് കണ്ടിന്യൂ ചെയ്തോളൂ. സാർ, അതല്ല, ഈ ഫോട്ടോ പതിക്കാൻ പറഞ്ഞില്ല. ഈ ഫോട്ടോ ഒരു വീടുകളിലും പതിച്ചില്ല. നമ്മൾ നിന്ന്, എനിക്ക് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഉണ്ട്, കുടുംബശ്രീ. അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് ഫോട്ടോ അങ്ങയുടെ ഫോണിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞാണ് വന്നത് ഇവിടെ. അല്ല, ഇരിക്കണം, ഇരിക്കണം. അദ്ദേഹം പറയട്ടെ. അർച്ചന ഇരിക്കൂ. അല്ലല്ല, ഇത് ദീപാ സുരേഷിന്റെ സമയമാണ്. ഇത് ദീപാ സുരേഷിനെ സംസാരിക്കാൻ അനുവദിച്ച സമയമാണ്. അവർ സംസാരിക്കട്ടെ. സാറേ, ഇത് പറയാൻ അനുവദിക്കൂ. ഈ ലൈഫിൽ തന്നെ വീട് കിട്ടി ആ ഒരു ഉപഭോക്താവാണ് ഞാനും. ഞാൻ ഉൾപ്പെടുന്ന സംഘം അന്ന് PMAY പദ്ധതിയിൽ നിന്ന് ഞങ്ങൾക്കൊരു ലോഗോയും ഈ ഒരു പ്രിന്റും തന്നു. ഒരു വീട്ടിലും അത് ഒട്ടിക്കാൻ പറഞ്ഞില്ല. അത് കൊണ്ടുനിന്ന് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. ഒരു വീട്ടിലും ഒട്ടിച്ചു വെച്ചില്ല. അങ്ങ് പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ, ഞാൻ ആവർത്തിച്ച് ചോദിച്ചു, പ്രധാനമന്ത്രിയുടെ ചിത്രമുണ്ടോ? അങ്ങത് ഉണ്ടെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. ഈ ലോഗോ ഗിരികുമാർ എന്ന് ഉയർത്തി കാണിച്ചതാണ് PMAയുടെ ലോഗോ. അല്ല, ഇപ്പൊ ബഹുമാനപ്പെട്ട കൗൺസിലർ ഇപ്പൊ പറഞ്ഞത് ആ ലോഗോ വെക്കാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ലോഗോയുടെ അങ്ങ് പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ചിത്രം. അത് തെറ്റിദ്ധാരണ കൗൺസിലിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോഡിയിൽ തെറ്റിദ്ധാരണ പരത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വെച്ചത് ക്ലാരിഫൈ ചെയ്തത്. ഇനി അങ്ങേക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ പറഞ്ഞത് അങ്ങനെ, ഇന്നിപ്പോ പറഞ്ഞ ആ ലോഗോ വെക്കണമെന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. അല്ല, ലോഗോയും പ്രധാനമന്ത്രിയുടെ ചിത്രവും രണ്ടാണ്. ലോഗോ ഒരു പ്രോജക്ടിന്റെ എംബ്ലമാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ചിത്രം അത് എൻറ്റയർലി ഡിഫറന്റ് ആണ്. അങ്ങ് ചുരുക്കണം. കാരണം അങ്ങ് പറഞ്ഞ പോയിന്റ്, അങ്ങ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ്. അങ്ങ് ചുരുക്കിയാൽ അടുത്ത ആൾക്കാർ. ഒരു മിനിറ്റ്, അതിനകത്തൊരു 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് ലഭിച്ചതാണോ? ആണ്. അത് കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രിയുടെ, അതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാ. അല്ല, അത് അങ്ങനെ ഒരു സിസ്റ്റം ഓൺലൈൻ വഴി നമ്മൾ ഭാഗമാണ്. അപ്പൊ അങ്ങനെ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട കൗൺസിലർ പറഞ്ഞതുകൊണ്ടാണ് ന്യായീകരിച്ചത്. അത് ആ ഒരു പാവപ്പെട്ടവരുടെ വീട് കിട്ടുന്നത്. സംസാരിക്കണ്ടേ? ഹരികുമാർ തമ്പാന്റെ കൗൺസിലർ കാണിച്ച ഫോട്ടോ ഇതാണ്. അദ്ദേഹത്തിന്റെ ഫോണിൽ ഞാൻ കണ്ട ഫോട്ടോ ഇത് PMAയുടെ എംബ്ലമാണ്. അപ്പൊ ഇതാണ് ബഹുമാനപ്പെട്ട കൗൺസിലർ കാണിച്ചത്. നമ്മളൊക്കെ തന്നെ ഒരു നിമിഷം തെറ്റിദ്ധരിച്ചത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ചിത്രം ഉണ്ട് എന്നാണ് ഒരു നിമിഷമെങ്കിലും നമ്മളൊക്കെ തന്നെ തെറ്റിദ്ധരിച്ചത്. ആ തെറ്റിദ്ധാരണ ഇതിലൂടെ ദൂരീകരിച്ചിരിക്കുന്നു. ഹരികുമാർ സംസാരിച്ചോളൂ.